ഓം ശാന്തി. 30/7/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ ഒരു ബാബയാണ്. ബാബ തന്നെയാണ് നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരെയാക്കുന്നത്. മനുഷ്യർക്ക് ആരുടെയും ദുഃഖം ദൂരെയാക്കാൻ സാധിക്കില്ല. ഇന്ന് മുഴുവൻ ലോകത്തിലും ഓരോ മനുഷ്യരുടെ മനസ്സിലും ദുഃഖമുണ്ട്. ഈ ദുഃഖം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ദുഃഖത്തിൻ്റെ കാരണമെന്നത് തെറ്റായ ചിന്താഗതിയാണ്. നാം ആത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്. ഈ ജീവിതം അല്ലെങ്കിൽ ഡ്രാമ എന്നത് മംഗളകാരിയാണ് എന്ന അറിവ് ലഭിക്കുമ്പോൾ നമ്മൾക്ക് ദുഃഖം തന്നെ തിരഞ്ഞെടുക്കണം എന്നില്ല. ഇതിനു പകരമായി സന്തോഷമോ സുഖമോ സമാധാനമോ നമ്മൾക്ക് തിരഞ്ഞെടുക്കാം എന്ന ഒരു കാര്യം നാം തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് നൽകാൻ പരമാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ, മനുഷ്യർക്ക് സാധിക്കില്ല. ചോദ്യം: വിശ്വത്തിൽ അശാന്തിയുടെ കാരണം എന്താണ്? ശാന്തി എങ്ങനെ സ്ഥാപിതമാകും? ഉത്തരം: വിശ്വത്തിൽ അശാന്തിയുടെ കാരണമാണ് അനേക ധർമ്മങ്ങൾ. കലിയുഗത്തിന്റെ അന്തിമത്തിൽ എപ്പോൾ അനേകതയുണ്ടോ അപ്പോൾ അശാന്തിയുമുണ്ട്. ബാബ വന്ന് ഒരു സത്യമായ ധർമ്മം സ്ഥാപിക്കുന്നു. അവിടെ ശാന്തി ഉണ്ടാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. പവിത്രധർമ്മവും പവിത്ര കർമ്മവുമായിരുന്നു. മംഗളകാരിയായ ബാബ പിന്നെയും ആ പുതിയ ലോകം ഉണ്ടാക്കുകയാണ്. അതിൽ അശാന്തിയുടെ പേര് തന്നെ ഇല്ല. വിശ്വത്തിൽ അശാന്തിയും ദുഃഖവും ഉണ്ടാകുന്നതിനുള്ള കാരണമെന്താണെന്ന് ബാബ പറയുന്നു. ലോകത്തിൽ ഇന്ന് അനേക ധർമ്മങ്ങളാണ്. ധർമ്മമെന്നാൽ സാധാരണ ഭാഷയിൽ ജീവിത രീതി എന്ന് നമ്മൾക്ക് പറയാം. അനേക തരത്തിലുള്ള ജീവിത രീതിയാണ് ഉള്ളത്. നാം ആത്മാക്കൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ജീവിത രീതിയാണ് ബാബ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ജീവിത രീതിയെ അല്ലെങ്കിൽ ധർമ്മത്തെയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതന ധർമ്മത്തിന്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്നത് ആത്മാഭിമാനി സ്ഥിതിയാണ്. എന്നാൽ മറ്റുള്ള ധർമ്മത്തിന്റെ ആധാരം എന്നത് പല വിധത്തിലുള്ള ഗുണങ്ങളാണ്. രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഒരു ചെടി അല്ലെങ്കിൽ മരം വളർന്നു വരുന്നതിന് വേരിലാണ് വെള്ളമൊഴിക്കേണ്ടത്. എന്നാൽ വേരിനു പകരം ശിഖരങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിലൂടെ മരത്തിൻ്റെ ഭംഗി 2 ദിവസത്തേക്കുണ്ടായിരിക്കുന്നു. പക്ഷെ പിന്നെ അത് ഉണങ്ങാൻ തുടങ്ങുന്നു. മറ്റൊരു വ്യത്യാസമെന്നത് സനാതന ധർമ്മം സ്ഥാപിക്കുന്നത് സ്വയം പരമാത്മാവാണ്. എന്നാൽ മറ്റുള്ള ധർമ്മങ്ങൾ സ്ഥാപിക്കുന്നത് ധർമ്മസ്ഥാപകരാണ്. ഈ വ്യത്യാസവും തീർച്ചയായും ഉണ്ട്. ഈ കലിയുഗ അവസാനത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള അനേക ധർമ്മങ്ങളുണ്ട്. അത് കാരണം അശാന്തിയുമുണ്ട്. ബാബ വന്ന് സത്യമായ ആദി സനാതന ദേവീദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. ഇതിലൂടെ ശാന്തിയുണ്ടാകുന്നു. ഈ സനാതന ധർമ്മത്തിൽ പവിത്ര ധർമ്മത്തിനും പവിത്ര കർമ്മത്തിനും മുൻതൂക്കം നൽകുന്നു. ധർമ്മം എന്താണ്? കർമ്മം എന്താണ്? കർമ്മം എന്നത് പുറമേ കൈകൾ, കാലുകൾ, ശരീരം കൊണ്ട് ചെയ്യുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. എന്നാൽ ഏത് കർമ്മത്തിൻ്റെയും ഗുണനിലവാരം അത് ചെയ്യുന്ന ആത്മാവിൻ്റെ മനോഭാവത്തിലും അഭിപ്രായത്തിലും അതുപോലെ തന്നെ ആ ആത്മാവിൻ്റെ ശുദ്ധതയിലും അടിസ്ഥാനമായിരിക്കുന്നു. ആ ഗുണനിലവാരം അവരുടെ ജീവിത രീതി അനുസരിച്ചാണ്. ജീവിത രീതി ഏറ്റവും ഉയർന്നതാണെങ്കിൽ
ആത്മാവിൻ്റെ ഗുണനിലവാരവും ഏറ്റവും ഉയർന്നതായിരിക്കും. സത്യത്രേതായുഗങ്ങളിൽ ലക്ഷ്മി നാരായണൻ്റെയും രാമസീതയുടെയും സമയത്ത് പവിത്ര ധർമ്മവുമായിരുന്നു, പവിത്ര കർമ്മവുമായിരുന്നു. ഇപ്പോൾ മുഴുവൻ ലോകത്തിലും അശാന്തി നിറഞ്ഞിരിക്കുകയാണ്. അനേക ധർമ്മങ്ങളായി, അതിനാൽ ആത്മാവിൻ്റെ ശുദ്ധത നഷ്ടമായിരിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്താണ് മംഗളകാരിയായ ബാബ പിന്നെയും വന്ന് പുതിയ ലോകം സ്ഥാപിക്കുന്നത്, അശാന്തി മാറ്റുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. രാജയോഗത്തിൻ്റെ പഠിത്തം എന്നത് വരുമാന മാർഗമാണ്. കാരണം ഇതിലൂടെ തന്നെയാണ് നമ്മൾ രാജാക്കന്മാരുടെയും രാജാവ് ആകുന്നത്. ഈ ആത്മീയ പഠിത്തം ദിവസവും പഠിക്കണം, പഠിപ്പിക്കണം. 2. സദാ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ബ്രാഹ്മണർ സത്യമായ മുഖവംശാവലികളാണ്. നമ്മൾ കലിയുഗമാകുന്ന രാത്രിയിൽ നിന്ന് മാറി പകലിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് മംഗളകാരിയായ പുരുഷോത്തമ യുഗമാണ്. ഇതിൽ സ്വയം തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പഠിത്തം സർവശ്രേഷ്ഠ പഠിത്തമാണ്. ഈ പഠിത്തത്തിലൂടെയാണ് നമ്മൾ രാജാക്കന്മാരുടെയും രാജാവാകുന്നത്. ഒരിക്കലും രാജാവാകുന്നതിനുള്ള പഠിത്തം ഉണ്ടായിട്ടില്ല. ഈ സംഗമത്തിൽ മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ പഠിത്തം വരുമാന മാർഗമാണ്. അതിനാൽ ഈ പഠിത്തം ദിവസവും പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ആരാണ് എന്നത് ഓർമ്മിക്കണം. ഇതിലൂടെ ലഹരി ഉണ്ടായിരിക്കും. ആ ലഹരി സദാ ഉണ്ടായിരിക്കണം. നമ്മൾ ബ്രാഹ്മണരാണ്, സത്യമായ മുഖവംശാവലികളാണ്. സ്വയം ഭഗവാൻ ബ്രഹ്മാവിലൂടെ നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. ഈ കലിയുഗമാകുന്ന രാത്രിയിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞു, പകലിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് ഏറ്റവും മംഗളം നിറഞ്ഞ സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് സ്വയം തൻ്റെയും എന്നാൽ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യേണ്ടത്. വരദാനം: ഓരോ ശ്രേഷ്ഠ സങ്കല്പത്തെയും കർമ്മത്തിൽ കൊണ്ടുവരുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. മാസ്റ്റർ സർവശക്തിവാൻ അർത്ഥം സങ്കല്പത്തിലും കർമ്മത്തിലും സമാനമായിരിക്കണം. സങ്കല്പം വളരെ ശ്രേഷ്ഠമാണ്. കർമ്മം സങ്കല്പമനുസരിച്ചല്ല എങ്കിൽ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയപ്പെടില്ല. അപ്പോൾ ചെക്ക് ചെയ്യൂ, എന്ത് ശ്രേഷ്ഠ സങ്കല്പം എടുക്കുന്നുവോ അത് കർമ്മം വരെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. മാസ്റ്റർ സർവശക്തിവാന്റെ അടയാളമെന്നത് ഏത് ശക്തി ഏത് സമയത്ത് ആവശ്യമാണോ ആ ശക്തി കാര്യത്തിൽ വരണം. സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ ശക്തികളും നിയന്ത്രണത്തിലായിരിക്കണം. ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമുണ്ടോ അത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. മാസ്റ്റർ സർവശക്തിവാൻ എന്നാൽ എല്ലാ ശക്തിയും നിറഞ്ഞവരാണ്. തീർച്ചയായും എല്ലാവർക്കും എല്ലാ ശക്തികളുമുണ്ട്. എന്നാൽ അതെത്ര ഉപയോഗത്തിൽ കൊണ്ടുവരുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവരെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുന്നത്. ഏത് ശക്തിയുടെ ആവശ്യം ഏത് സമയത്ത് വരുന്നുവോ ആ സമയത്ത് തന്നെ ആ ശക്തി ഉപയോഗത്തിൽ വരണം. ഇത്രയും നിയന്ത്രണം ശക്തികൾക്ക് മേൽ ഉണ്ടായിരിക്കണം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്ത് ശ്രേഷ്ഠ സങ്കല്പമെടുക്കുന്നുവോ അത് കർമ്മം വരെ തീർച്ചയായും വരണം. സെന്ററിൽ നിൽക്കുമ്പോൾ, മധുബനിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ശ്രേഷ്ഠ സങ്കല്പങ്ങൾ വരുന്നു. എന്നാൽ പതിവ് ദിനചര്യയിലേക്ക് വരുമ്പോൾ ആ ശ്രേഷ്ഠ സങ്കല്പം നമ്മുടെ ദിനചര്യ അല്ലെങ്കിൽ കർമ്മം വരെ എത്തിയില്ല എങ്കിൽ ഇത് സങ്കല്പത്തിലും കർമ്മത്തിലും വരുന്ന വ്യത്യാസമാകും. ഇങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ സർവശക്തിവാൻ എന്ന് പറയപ്പെടില്ല. സ്ലോഗൻ: ജ്ഞാനി തു ആത്മാ കുട്ടികളിൽ ക്രോധമുണ്ട് എങ്കിൽ ഇതിലൂടെ ബാബയുടെ പേരിന്
ഗ്ലാനി സംഭവിക്കുന്നു. ബാബ സ്നേഹസാഗരനാണ്. അങ്ങനെയുള്ള സ്നേഹസാഗരനായ ബാബയുടെ കുട്ടികൾ സ്നേഹത്തിൻ്റെ സ്വരൂപമായിരിക്കണം, ക്രോധത്തിൻ്റെ അല്ല. ജ്ഞാനത്തിലുള്ള കുട്ടികളിൽ ക്രോധമുണ്ട് എങ്കിൽ അത് ബാബയുടെ പേര് ചീത്തയാകുന്നതിനും ബാബയെ അപമാനിക്കുന്നതിനും തുല്യമാണ്. ഓം ശാന്തി.